അംബികാഹൃദയാനന്ദം മാതൃഭിഃ പരിവേഷ്ടിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാദിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിഹരസുരവൃന്ദം പോലും ഇന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ. വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാടമർന്നീടുമമ്മേ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. നമോസ്തു വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്മനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തസ്തഷ്ണാത് ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥ്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോവരിമൃധാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധർമ്മപ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. യം പ്രൗവ്രജന്തമനുപേതമാപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ
പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പ്രചോദിതായേന പുരാ സരസ്വതീ വിതന്വദാചസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത്കിലാസ്യത സമേ ഋഷീണാം ഋഷഭ പ്രസീദതാം. ഭൂതൈർമഹദ്ഭിയ ഇമാ പുരോ വിഭുർനിർമായശേതേ യദമൂഷു പൂരുഷ. വന്ദേ നന്ദൗ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈ യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. ജ്ഞാനപ്രദത്വേന ഗുരുത്വമേതി ജ്ഞാനഗ്നിസഖ്യേന ചയന്മരുത്വം തത്പത്തനേശ സുപുരപ്രഭാവം മയ്യജ്ഞവര്യേ പ്രകടീകരോതു. യോഗേന്ദ്രാണാം ത്വദംഗ്വേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തുഞ്ചത്താചാര്യ വിരചിതം ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് സോമവംശ പരമ്പര. നിർമ്മലൻ ഗർഗൻ തൻ്റെ നന്ദനൻ ശിനിയല്ലോ ബ്രഹ്മവംശ്യരായി വന്നു തൽപുത്രാദികളെല്ലാം പിന്നെയം മഹാവീര്യനന്ദനൻ പാപക്ഷേൻ. നന്ദനൻ ബൃഹത് ക്ഷത്രനറിക ഹസ്തിയത്രേ ഹസ്തിഭൂപതി തന്നാൽ നിർമ്മിതമായ പുരം ഹസ്തിനപുരം. ഹസ്തിഭൂപതി തന്നാൽ നിർമ്മിതമായ പുരം ഹസ്തിനപുരം. ഭവദാവാസം നരപതേ. പുരുമീഠനും അജമീഠനും ദ്വിമീഠനും നരപാലകനായ ഹസ്തിതൻ തനയന്മാർ അജമീഠാത്മജാതി വിപ്രവംശമായി വന്നു പരിചോട് അജമീഠനന്ദനൻ ബൃഹദിഷു. തത്സുതൻ ബൃഹദ്ധനു, തത്സുതൻ ബൃഹത്കായൻ, തത്സുതൻ ജയദ്രഥൻ, തത്സുതൻ വിശദനും സേനജിത്തവൻ മകൻ, തത്സുതൻ രുചിരാശ്വൻ. മാനിയാം ദൃഢധനുസ്കാശ്യനും വത്സന്താനും ചൊല്ലേറും രുചിരാശ്വനന്ദനൻ പ്രാജ്ഞനല്ലോ കല്യാണവീരൻ പ്രാജ്ഞനന്ദനൻ പൃഥുസേനൻ. തത്സുതൻ പാരനല്ലോ നീവാഖ്യനവൻ പുത്രൻ. നന്ദനന്മാരായി 100 പുത്രന്മാരവനുണ്ടായി എന്നതിൽ ജ്യേഷ്ഠൻ ശാണ്ഡില്യാധിപൻ സമരൻ താൻ. പാരതൽ സുതത്രയമുണ്ടല്ലോ സമരനും വീരനന്ദനൻ പൃഥു തൽസുതൻ കൃതിയല്ലോ പൃഥ്വീശൻ കൃതിയുടെ നന്ദനൻ വിഭ്രാജാഖ്യൻ. ഉത്തമൻ വിഭ്രാജന്റെ നന്ദനൻ ഏണുഹനും അവനും ശുഗമുനിപുത്രിയാം കൃത്വി തന്നിൽ അവനീശ്വനാം ബ്രഹ്മദത്തനെ ജനിപ്പിച്ചു. ബ്രഹ്മദത്തന് പുത്രൻ വിശ്വക്സേനാഖ്യനല്ലോ തത്സുതൻ ഉദക്സ്വനൻ. ചൊല്ലഴും ദ്വിമീഡന്റെ നന്ദനൻ യവീനരൻ. തൽസുതൻ ധൃതിമാനും തത്സുതൻ സത്യധൃതി. തൽസുതൻ ദൃഢനേമി തൽസുതൻ സുപാർശ്വനും. തത്സുതൻ സുമതിയും തത്സുതൻ സന്നതിമാൻ. തൽസുതനല്ലോ കൃതിയാകുന്ന നരപതി. തൽസുതൻ ഹിരണ്യനാഭാഖ്യനാം യോഗാചാര്യൻ. തൽസുതൻ ഉഗ്രായുധൻ. തൽസുതൻ ക്ഷേമ്യൻ താനും. തൽസുതൻ സുവീര്യനും. തൽസുതൻ രിപുഞ്ചയൻ. തൽസുതൻ ബഹുരഥൻ ഈ വണ്ണം ക്രമത്താലെ. പിന്നെ അജമീഠനന്ദനൻ നീലനവൻ നന്ദനൻ ശാന്തിയവൻ നന്ദനൻ സുശാന്തിയും തത്പുത്രൻ പുരുജനും. തത്സുതൻ അർക്കൻ താനും. തത്സുതൻ ഭർമ്യാശ്വനും അവനു തനയന്മാർ
മുദ്ഗലൻ, യവീനരൻ, കാമ്പില്യൻ, ബൃഹദിഷു, ഭാഗ്യവാൻ, സഞ്ജയൻ ഇത്യാദികൾ 5 പേർ പോൽ ഭർമ്യാശ്വൻ ചൊന്നാൻ. മമ പഞ്ചരാജ്യങ്ങളെല്ലാം ധർമ്മേണ രക്ഷിച്ചു വാണിയിടുവാൻ ഇനി മമ സന്മതികളാം മക്കൾ പോരും എന്നതുകൊണ്ട് ധർമ്മിഷ്ഠന്മാരാമവർ പഞ്ചാലാഖ്യരായി വന്നാർ. അന്നൊരു മിഥുനവും മുദ്ഗലനുണ്ടായി വന്നു നന്ദനൻ. ദിവോദാസനഹല്യാകന്യകയും പരിചോടവൾ തന്നെ ഗൗതമൻ വേട്ടിയിടിനാൻ. നന്ദനൻ ഗൗതമൻ മുഖ്യനാം ശതാനന്ദൻ. നന്ദനൻ ശതാനന്ദൻ തനിക്ക് സത്യധൃതി. അവനും ധനുർവേദപാരകനായി വന്നാൻ. അവന് തനയനായുണ്ടായി ശരദ്വാനും. പിന്നെ യദ്ദിവോദാസനന്ദനൻ മിത്രേയവും നന്ദനൻ ശിവനനും സുദാസനും സോമകൻ തന്നിളയവൻ സഹദേവനുമാകുന്നിതു. സോമകപുത്രനാകും ജന്തുനാമകൻ ജ്യേഷ്ഠൻ പൃഷതനനുജനും തത്സുതൻ ദ്രുപദനും തത്സുതൻ ദൃഷ്ടദ്യുമ്നൻ. ദ്രുപദപുത്രിയല്ലോ ദ്രൗപദീ യശസ്വനി. ധൃതകേതുവും ദൃഷ്ടകേതുവും ദൃഷ്ടദ്യുമ്നൻ തന്നുടെ പുത്രരല്ലോ. പുഷ്ടവീര്യന്മാരിവരൊക്കെയും പാഞ്ചാലന്മാർ. അജമീടന് പുത്രൻ പിന്നെയും ഉണ്ടൊരുവൻ സുജനപ്രിയൻ നൃക്ഷൻ. തൽസുതൻ സംവരണൻ തപതിയാകും സൂര്യപുത്രിയിൽ സംവരണൻ തപസാം നിധി കുരു തന്നെയും ജനിപ്പിച്ചാൻ. കുരുതാൻ നിർമ്മിച്ചൊരു ദിക്കല്ലോ കുരുക്ഷേത്രം. കുരുതൻ തനയന്മാർ 4 പേരറിഞ്ഞാലും മുന്നേവൻ പരീക്ഷിത്ത് സുധനുസ്സെന്നു പിന്നെ ജന്നുവും നിഷദാശ്വൻ എന്നിവരുടെ നാമം. നന്ദനൻ സൂത്രാഖ്യൻ സുധനുസ്സിനു മകൻ. നന്ദനൻ ശിവനനും തൽപുത്രൻ കൃതിയല്ലോ. ഉപരിചരൻ വസുവായത് കൃതിപുത്രൻ. ഉപരിചരപുത്രനായത് ബൃഹദ്രഥൻ. കുശാംബ മത്സ്യപ്രത്യഗ്രാദികൾ ചേതീശന്മാർ. മേദിനീപതി ബൃഹദ്രഥൻ കുശാഗ്രജൻ. തത്സുതൻ ഋഷഭനും തത്സുതൻ പുഷ്പവാനും തത്സുതൻ ജഹുവെന്ന ഭൂപതി അറിഞ്ഞാലും പിന്നെയും ബൃഹദ്രഥ ഭാര്യയായൊരു നാരി നന്ദനൻ തന്നെ 2 ഖണ്ഡമായി പെറ്റിയിടിനാൾ. മാതാവ് പുറത്തങ്ങ് കളഞ്ഞോരനന്തരം പ്രേതമായഥ ജരാഖണ്ഡങ്ങൾ തമ്മിൽ കൂട്ടി ജീവിക്ക കുമാരക എന്നവൾ പറഞ്ഞപ്പോൾ ജീവിച്ചാനവൻ ജരാസന്ധനാം നൃപനല്ലോ. സോമനും സഹദേവതുര്യനും ശ്രുതശുവും. നാരായണ 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 നാരായണ. സോമനും സഹദേവതുര്യനും ശ്രുതശ്രുവും ഭീമനാം ജരാസന്ധപുത്രന്മാരിവരല്ലോ. കൗരവനായ ജന്നുനന്ദനൻ സുരഥൻ താൻ വീരനാം സുരഥൻ നന്ദനൻ വിധൂരതൻ. തൽസുതൻ സാർവഭൗമൻ തൽസുതൻ ജയസേനൻ തൽസുതൻ രാധികനും ഭാവുകനവൻ മകൻ. തൽസുതൻ ചക്രോദ്ധതൻ തൽസുതൻ ദേവാതിഥി തൽസുതൻ ഋഷ്യനൃപനന്ദനൻ ദിലീപനും. തൽസുതൻ പ്രദീപനു നന്ദനന്മാരുണ്ടായി. ദേവാഭി ശന്തനു ബാൽഹികനും ക്രമത്താലേ. ദേവാഭിവനം ബുക്കു ശന്തനു നൃപൻ പണ്ട് ദേവസന്നിഭൻ മഹാഭിഷക്കാം നൃപനല്ലോ. ജീർണമായുള്ളതെല്ലാം ശന്തനു തൊട്ടാൽ അപ്പോൾ പൂർണ്ണ യൗവനങ്ങളായി വന്നിടും. വിശേഷിച്ചും ശാന്തിയും സുഖങ്ങളും വന്നിടും. അതുകൊണ്ട് ശന്തനുവായ നൃപൻ പാലിച്ചാനെന്നു രാജ്യം 12 സംവത്സരം. വരുഷമില്ലായികയാൽ ഖേദിച്ചു ശന്തനുവും വരുത്തി വിപ്രന്മാരെ. ജ്യേഷ്ഠാംശമായ രാജ്യം ഭുജിക്ക നിമിത്തമായി വൃഷ്ടിയില്ലാത്തതെന്നു വിപ്രന്മാർ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠനെ ചെന്നു കണ്ടു ശന്തനു അതുനേരം. ജ്യേഷ്ഠാനുഗ്രഹം കൊണ്ട് വൃഷ്ടിയുമുണ്ടായി വന്നു. ദേവാഭി കലാപമാം ഗ്രാമത്തിൽ വസിച്ചതു കേവലം യോഗത്തോടും ഇന്നുകൊണ്ടിരിക്കുന്നു. നഷ്ടമായി വരും സോമവംശവും കലിയുഗേ പെട്ടെന്ന് ഹൃദയുഗേ ദേവാഭി വർദ്ധിപ്പിക്കും. നന്ദനൻ ബാൽഹീകനും സോമദത്താഖ്യനവൻ നന്ദനൻ ശലൻ ഭൂരിശ്രവസ്സും ഭൂരിതാനും. ശന്തരുസുതൻ ഭീഷ്മൻ ഗംഗയിലുണ്ടായവൻ. സന്തതം ധർമ്മശീലൻ സർവജ്ഞൻ മഹാരഥൻ. 2 പുത്രന്മാർ ദാശകന്യയിൽ ശന്തനുവിനുണ്ടായി ചിത്രാംഗതൻ വിചിത്രവീര്യൻ താനും. തന്നുടെ പേരാകയാൽ കൂപിച്ചു ഗന്ധർവേന്ദ്രൻ വന്നാശു ചിത്രാംഗതൻ തന്നെയും കൊന്നേടിനാൻ. ശന്തനു ഭാര്യയാകും ദാശകന്യയിൽ മുന്നം ശാന്തനാം മമതാതൻ വ്യാസനും ജനിച്ചിതേ. വ്യാസനായതു ഹരികലയെന്നറിഞ്ഞാലും വ്യാസനിർമ്മിതമിതമുത്തമം ഭാഗവതം. വ്യാസനായതു ഹരികലയെന്നറിഞ്ഞാലും വ്യാസനിർമ്മിതമിതം ഉത്തമം ഭാഗവതം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ. വ്യാസനായതു ഹരികലയെന്നറിഞ്ഞാലും വ്യാസനിർമ്മിതമിതമുത്തമം ഭാഗവതം. പുത്രനാം എനിക്കുപദേശിച്ചാൻ മമതാതൻ എത്രയും ഗുഹ്യം ശിഷ്യർക്കാർക്കുമേ കൊടുത്തീല. കന്യകാ സ്വയം വരെ ഹരിച്ചു കാശിരാജ കന്യകാമംബാലിക തന്നെ അംബികയെയും
വിചിത്രവീര്യൻ പാണിഗ്രഹണം ചെയ്ത ശേഷം വിചിത്രഭോഗത്തോടു വാണിതു കിഞ്ചിത് കാലം. കാലേന രാജയക്ഷ്മാ പിടിച്ചു നിത്യരതിശീലേന മരിച്ചിതു വിചിത്രവീര്യ നൃപൻ. അഗ്രജൻ ധൃതരാഷ്ട്രൻ അനുജൻ പാണ്ഡുതാരം ഉഗ്രബുദ്ധിമാനാകും ക്ഷത്താവു വിതുരരും എന്നിവർ 3 പേരും വ്യാസപുത്രന്മാരല്ലോ. പുത്രനില്ലായ്ക മൂലം ഭ്രാതാവിൻ ഭാര്യമാരിൽ പുത്രോത്പാദനം ചെയ്താൻ വ്യാസനും മാതൃവാച. മന്നവൻ ധൃതരാഷ്ട്രൻ ഗാന്ധാരി തന്നെ വേട്ടാൻ 100 പുത്രന്മാരതിലുണ്ടായാരതിൽ ജ്യേഷ്ഠൻ വീര്യനാം ദുര്യോധനൻ ദുശ്ശള കന്യകയും. ശാപകാരണം സ്ത്രീയെ തൊട്ടുകൂടായിക മൂലം ഭൂപതി പാണ്ഡുവിനു ഭാര്യമാരിരുവരിൽ കുന്തിയിൽ ധർമാനിലേന്ദ്രന്മാർക്കും ഉത്പാദിച്ചാർ. സന്തതി യുധിഷ്ഠിര ഭീമസേനാർജുനന്മാർ മാദ്രിയിൽ നാസത്യന്മാർക്കുത്പാദിച്ചുണ്ടായതു ഭദ്രനാം നകുലനും സഹദേവനും. പിന്നെ ദ്രൗപദി പാഞ്ചാലിതാൻ ഇവർക്കും ഭാര്യയത്രേ. ദ്രൗപദി തന്നിലവർക്ക് ഓരോരോ പുത്രരുണ്ടായി. ജ്യേഷ്ഠജൻ പ്രതിവിന്ധ്യൻ ഭീമജൻ ശ്രുതസേനൻ ശ്രേഷ്ഠനാം അർജുനന്റെ നന്ദനൻ ശ്രുതകീർത്തി. പിന്നെ ശതാനീകൻ നകുലസുതനല്ലോ നന്ദനൻ ശ്രുതകർമ്മ സഹദേവനും. പിന്നെ നന്ദനൻ യുധിഷ്ഠിരൻ തനിക്കു പൗരവിയിൽ പിന്നെയൊന്നുണ്ടായി വന്നു ദേവകനവനല്ലോ. ഭീമനു ഹിഡുംബിയിലുണ്ടായാൻ ഘടോത്കജൻ കാമ്യകരേണുമതി നകുല ഭാര്യ. പിന്നെ പെറ്റിതു വീരമിത്രൻ തന്നെയും സുഹോത്രനെ പെറ്റിതു സഹദേവവല്ലഭ വിജയതാൻ. പിന്നെ അർജുനൻ അന്നു വീര്യവാനായി നാഗകന്യാം ഉലൂപിയിലുണ്ടായ നിരാവാനും. കന്യയാമുലൂപിയിലുണ്ടായാൻ ഇരാവാനും. പിന്നെയും മണലൂരാധീശ കന്യക തന്നിൽ നന്ദനൻ അർജുനനു ബഭ്രുവാഹനനുണ്ടായി. പുത്രനായി മണലൂരഭൂപനു തന്നെ നിജപുത്രൻ തന്നെയും കൊടുത്തിടിനാൻ ധനഞ്ജയൻ. പിന്നെയും സുഭദ്രയാം കൃഷ്ണസോദരി തന്നിൽ നന്ദനൻ അഭിമന്യു വിജയനുണ്ടായി വന്നു. പിന്നെ അങ്ങ് അഭിമന്യുപുത്രനായി ഉത്തരയിൽ മന്നവാ ഭവാൻ അതിരഥനായി ഉണ്ടായി വന്നു. ദ്രൗണി തന്നസ്ത്രാഗ്നിനാദഗ്ധമാം തവ ദേഹം ക്ഷീണത എന്നി കൃഷ്ണൻ പാലിച്ചു വംശത്തോടെ. നിന്നുടെ പുത്രൻ ജനമേജയൻ ശ്രുതസേനൻ. പിന്നെ അവൻ ഭീമസേനൻ. 4ാമൻ ഉഗ്രസേനൻ. തക്ഷകദഷ്ടനായി മരിക്കും ഭവാൻ. പിന്നെ തൽക്ഷണെ കോപം പൂണ്ട് ജനമേജയ നൃപൻ സർപ്പസത്രത്തെ ചെയ്തു. പാവകൻ തന്നിൽ മഹാസർപ്പവംശത്തെ എല്ലാം ദഹിപ്പിച്ചനന്തരം ദിക്കുകൾ ജയിച്ച അശ്വമേധവും കഴിച്ചിടാം തത്കുലത്തെയും ഇരിച്ചൊല്ലുവൻ ഭവിഷ്യത്തെ. ജനമേജയപുത്രനായതു ശതാനീകൻ മുനിയാം യാജ്ഞവൽക്യൻ തന്നോട് വേദങ്ങളും കൃപരോട് അസ്ത്രങ്ങളും പഠിക്കും അവൻ മകൻ നൃപതേ. സഹസ്രാനീകാഖ്യനം എന്നറിഞ്ഞാലും തൽസുതൻ അശ്വമേധസ്സായൊരു നരപതി. തൽസുതൻ അസീമ കൃഷ്ണാഖ്യനായി വരുമല്ലോ. തത്സുതനായി വരും നേമിചക്രനാം നൃപൻ അന്ന് ഹസ്തിനപുരം ഗംഗയിൽ മുഴുകിയിടും. പിന്നെ പോയവൻ കൗശാംബ്യാഖ്യമാം പുരേ വാഴും. തൽസുതൻ ഉപ്തനവൻ നന്ദനൻ ചിത്രരഥൻ. തൽസുതൻ ശുചിരഥൻ. തൽസുതൻ ദൃഷമനും. തൽസുതൻ സുഷേണനും. തൽസുതൻ സുനീധനും. തൽസുതൻ ഋചക്ഷുസും. തൽസുതൻ നളനല്ലോ. തൽസുതൻ പാരിപ്ലവൻ. തൽസുതൻ മേധാവിയും. തൽസുതൻ നൃപഞ്ജയൻ. തൽസുതൻ ദൂർവനല്ലോ. തൽസുതൻ തിമിയല്ലോ. തൽസുതൻ ബൃഹദ്രഥൻ. തൽസുതൻ ശതാനീകൻ. തൽസുതൻ ദുർദമനും. തൽസുതൻ വഹീനരൻ. തൽസുതൻ ദണ്ഡപാണി. തൽസുതൻ നിമി. പിന്നെ ക്ഷേമകനവൻ മകൻ ഭൂമിപാലക. വിപ്രയോനിയാം തപ വംശം ക്ഷേമകൻ തങ്ങൾ ഒടുങ്ങിയിടും എന്നറിഞ്ഞാലും. പിന്നെയും ഭവിഷ്യരാം മാഗധന്മാരെ കേൾക്കമന്നവൻ ശ്രുതശ്രവാ സഹദേവജനല്ലോ. തൽസുതൻ അയുധായുസ്സവനു നിരമിത്രൻ. തൽസുതൻ സുനക്ഷത്രൻ. തൽസുതൻ ബൃഹൽസേനൻ. തൽസുതൻ കർമ്മജിത്തു. തൽസുതൻ ശ്രുതയജ്ഞൻ. തൽസുതൻ ക്ഷേമനല്ലോ. സുവ്രതനവൻ മകൻ ധർമ്മനേത്രൻ. തന്നുട നന്ദനൻ ശ്രുതനല്ലോ. തൽസുതൻ ദൃഢസേനൻ. തൽസുതൻ സുമതിയും. തൽസുതൻ സുനീധനും സത്യജിത്തവൻ മകൻ. തൽസുതൻ വിശ്വജിത്തു. തൽസുതൻ ത്രിപുഞ്ചയൻ. വത്സര സഹസ്രാന്തം ഇങ്ങനെ ഭവിച്ചിടും. പിന്നെ എങ്ങനുദ്രുഹ്യുതന്നുടെ തനയന്മാർ ധന്യനാം സഭാനരൻ ചക്ഷുസും പരോക്ഷനും. പിന്നെയ സഭാനരനന്ദനൻ കാലനരൻ. നന്ദനൻ സൃഞ്ജയനും ജനമേജയനല്ലോ. സൃഞ്ജയപുത്രൻ അവൻ തനയൻ മഹാശീലൻ.
അനുജൻ മഹാമനസ്സനുജൻ തനിക്കു ശീനരനും തിദിക്ഷുവും ഉശിക്കു തനയന്മാർ ശിബിയും വനൻ ശമിദക്ഷനെന്നവർ നാമം ശിബിതൻ തനയന്മാർ 4 പേരാകുന്നിതു മദ്രനും സുവീരനും കേകയൻ വൃഷദർഭൻ ഭദ്രനാം തിദിക്ഷുതൻ ആത്മജൻ രുഷദ്രതൻ തൽസുതനല്ലോ ഹേമൻ സുതപസ്സവൻ മകൻ തൽസുതൻ ബലിയവൻ നിഷ്പുത്രനാക കൊണ്ടു നൃപഭാര്യയിൽ ദീർഘതമസ്സ മഹാമുനി നൃപയാചനാലാറു പുത്രരെ ഉണ്ടാക്കിനാൻ. അങ്കനും കലിംഗനും സുക്മനും പുണ്ട്രൻ താനും വങ്കനും ആന്ധ്രൻ താനും 6 പേരുടെ നാമം. 6 പുത്രരും 6 ദിക്കിൽ ചെന്നിരിക്കിയാൽ 6 പേരുടെ നാമം തദ്ദിക്കിനുണ്ടായി വന്നു. നന്ദനൻ വനവാസ നന്ദഗാഭൂവനുടൻ നന്ദനൻ ദിവിരഥൻ തത്സുതൻ ധർമ്മരഥൻ തത്സുതൻ രോമപാദന പ്രജനായാനവൻ. അതിനാൽ ദശരഥനാകിയ നരപതി പുത്രിയാം ശാന്ത തന്നെ രോമപാദനു നൽകി പുത്രിയായി വളർത്തവൻ ഋഷ്യശൃംഗനു നൽകി. വൃഷ്ടിയില്ലായക മൂലം ഋഷ്യശൃംഗനെ പണ്ടു മട്ടോലും വാണിമാരും കൊണ്ടുപോയി മായത്താലേ. അന്നേരം വൃഷ്ടിയുണ്ടായി വന്നത് രോമപാദമന്നവൻ പുത്രനായി വന്നത് മൂലം മുനീഷ്ടിയെ ചെയ്യിപ്പിച്ചു പുത്രനെ ഉണ്ടാക്കിനാൻ. ശിഷ്ടനാം രോമപാദനന്ദനൻ ചതുരംഗൻ ചതുരംഗനു സുതൻ പൃഥുലാക്ഷനാം നൃപൻ. ചതുരന്മാരായി 3 പുത്രന്മാരവനുണ്ടായി. മുന്നേവൻ ബൃഹദ്രഥൻ പിന്നേവൻ ബൃഹത്കർമാവെന്നവൻ ബൃഹദ്ഭാനു 3ാമൻ അറിഞ്ഞാലും നന്ദനൻ ബൃഹദ്രഥൻ തനിക്കു ബൃഹൻ മനസ്സെന്നവനുടെ പുത്രനായത് ജയദ്രഥൻ തൽസുതൻ. തത്പുത്രൻ വിജയനും തത്പുത്രൻ ധൃതവ്രതൻ തത്പുത്രൻ സത്യകർമാവിൻ അധിരഥൻ പുത്രൻ. അവനും ഗംഗാതലെ ക്രീഡിച്ചു നടക്കുമ്പോൾ അവിടെ ഒരു പെട്ടി ഒഴുകി വന്ന ശേഷം തുറന്നു നോക്കും നേരം അതിലുണ്ടൊരു ബാലൻ നിറഞ്ഞ തേജസ്സോടും സർവലക്ഷണത്തോടും കന്യകയായ കുന്തിപെറ്റൊരു സുതൻ. അത് ധന്യനാം അധിരഥൻ നന്ദനനാക്കി വച്ചാൻ. നാമവും അവൻ അന്നു കർണനെന്നിട്ടേടിനാൻ കോമളൻ. അവനുടെ നന്ദനൻ വൃഷസേനൻ. നന്ദനൻ ദ്രുഹ്യുവിനു ബഭ്രുവാകുന്നതവൻ നന്ദനൻ സേതു. അവൻ നന്ദനൻ ആരബ്ധനും തത്സുതൻ ഗാന്ധാരനും തത്സുതൻ ധർമ്മൻ താനും തത്സുതൻ ധൃതൻ ധൃതനന്ദനൻ ദുർദമനും തത്സുതൻ പ്രചേതസ്സും അവന്റെ തനയന്മാർ ദുസ്വഭാവികളാകം മ്ലേച്ഛന്മാരായി വന്നാർ. പിന്നെ തുർവശുവിന്റെ നന്ദനൻ വന്യവൻ നന്ദനൻ ഭാസനവൻ നന്ദനൻ ഭാനുമാനും മത്സുതൻ മരുത്തന്നു നന്ദനനില്ലാഞ്ഞവൻ സത്വരം പൂരുവംശജാതനാം ദുഷ്യന്തന പുത്രനായി വെച്ചുകൊണ്ട് പൂരുവംശത്തിൽ ചേർന്നാൻ. ഉത്തമമാകും യദുവംശത്തെ ചൊല്ലിയിടുവൻ എത്രയും മുഖ്യമത് ചൊല്ലിലും ശ്രവിച്ചാലും യാദവ വംശേ കൃഷ്ണൻ വന്ന് അവതരിക്കിയാൽ മോദമോടത് കേട്ടാൽ മുക്തിയും ലഭിച്ചിടും. ധന്യനാം യദുവിന് നന്ദനൻ സഹസ്രജിത്ത് എന്നവൻ ക്രോഷ്ട നളൻ രിപുവും ഇവർ 4 പിന്നെ സഹസ്രജിത്തനയൻ ശതജിത്തും നന്ദനന്മാരും 3 പേരവനുണ്ടായി വന്നു. മുന്നേവൻ മഹാഹയൻ പിന്നേവൻ വേണുഹയൻ പിന്നേവൻ ഹേഹയനും ഹേഹയസുതൻ ധർമ്മൻ ധർമ്മനന്ദനൻ നേത്രൻ തത്പുത്രൻ കുന്തിയല്ലോ. ധർമ്മിഷ്ഠൻ മാഹിഷ്മനും ഭദ്രസേനനും പിന്നെ ഭദ്രനാം ദുർദമനും. ഇങ്ങനെ 4 ജനം. ഭദ്രസേനനു പുത്രൻ ധനകനവനല്ലോ. ധനകസുതർ കൃതവീര്യനും കൃതാഗ്നിയും മനുജാധിപർ കൃതവർമാവും കൃതൗജസും. കൃതവീര്യനു പുത്രൻ അർജുനൻ മഹാരഥൻ ധരണിക്കേകനാഥൻ സഹസ്രബാഹുവല്ലോ. യോഗീശനായ ദത്താത്രേയനെ സേവിച്ചവൻ യോഗവും അഷ്ടൈശ്വര്യാദികളും വാങ്ങിക്കൊണ്ടാൻ. കാർത്തവീര്യനു സമനായൊരു നരപതി ധാത്രിയിൽ ഉണ്ടാകയുമില്ല മേലിൽ 85,000 ധർമ്മത്തോടെ വമ്പനാം കാർത്തവീര്യൻ പാലിച്ചാൻ ഭൂമണ്ഡലം. പരശുരാമനോട് സമരം ചെയ്തു നൃപൻ ഹരിലോകവും പ്രാപിച്ചിരുന്നാൻ. അന്ത്യകാലേ പുത്രന്മാരോ 1000 അവരെല്ലാം ചത്തിതു. സമരത്തിൽ 5 പേർ ശേഷിച്ചിതേ. ഉത്തമനായ വൃഷ്ണി മധുനന്ദനല്ലോ. പുത്രന്മാർ മധുവിന്നു 100 പേരുണ്ടായി വന്നു. അന്നല്ലോ വൃഷ്ണികളായി വന്നിത് യാദവന്മാർ. പിന്നെയും മധുമൂലം മാധവന്മാരായി വന്നു. പിന്നെയും ക്രോഷ്ടാവിന്നു നന്ദനൻ വ്രജനവാൻ നന്ദനൻ ശ്വാഹിയവൻ നന്ദനൻ ഋഷേകുവും. നാരായണ 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 നാരായണ. പിന്നെയും ക്രോഷ്ടാവിന്നു നന്ദനൻ വ്രജിനവാൻ നന്ദനൻ ശ്വാഹിയവൻ നന്ദനൻ ഋഷേകുവും. തൽസുതൻ ചിത്രരഥൻ തൽസുതൻ ശശബിന്ദു തൽസേവ്യനവൻ സൽസേവ്യനവൻ മഹായോഗിയ മഹാഭാഗൻ.
സത്സേവ്യനവൻ മഹായോഗിയാം മഹാഭാഗൻ വീര്യവാൻ, പിന്നെ ചക്രവർത്തിയായി വന്നാനവൻ ഭാര്യമാരുണ്ട് 10,000 കുറയാതെ, ഓരോരോ ഭാര്യമാരിൽ പുത്രന്മാരുണ്ട് 1,00,000 നേരത്രേ നൃപരുടെ യോഗ വൈഭവം ചിത്രം. പുത്രരിൽ പ്രധാനികൾ 6 പേരതിൽ ജ്യേഷ്ഠൻ ഉത്തമൻ പൃഥുശ്രവസവനു പുത്രൻ ധർമ്മൻ. ധർമ്മനാം നൃപൻ 100 ഹയമേധങ്ങൾ ചെയ്താൻ, ധർമ്മനന്ദനല്ലോ രുചകനെന്ന നൃപൻ. പരിചോടവൻ 5 പുത്രന്മാരുണ്ടായി വന്നു, പുരുജിദൃക്മൻ പൃഥുരുക്മേഷു ജാമഖന്മാർ. അപ്രജൻ ജാമഖനും ഭാര്യയെ പേടിച്ചു മറ്റുത്പല നേത്രന്മാരെ വേൾക്കാതെ വാഴും കാലം. ജാമഖൻ അരികളെ വധിച്ചു തത്ര നിന്നു കോമളഗാത്രിയാകും കന്യയെ കൊണ്ടുപോന്നു. നാരിയെ തേരിൽ കണ്ടു കോപിച്ചിട്ടവൾ ചൊന്നാൾ, ആരിന്നു മമ സ്ഥാനേ രഥത്തിലിരിപ്പതും എന്നത് കേട്ടു നൃപൻ പേടിച്ചു പരിഭ്രമിച്ചിന്നു നിന്നുടെ പുത്രഭാര്യ എന്നുര ചെയ്താൻ. അവളും ചിരിച്ചു തൻ കാന്തനോട് ഉര ചെയ്താൾ, അവനീപതേ മമ നന്ദനൻ എവിടെപ്പോൾ. ജാമഖനതു കേട്ടു ഭാര്യയോടുര ചെയ്തു, കോമളഗാത്രീ തവ നന്ദനുണ്ടായി വരും, അവന് കൊടുക്കണം ഇവളെ എന്നു പറഞ്ഞവനീപതി ഘോര തപസ്സു ചെയ്ത ശേഷം പിതൃദേവാദികളും സന്തോഷിച്ചവനൊരു സുതനു വരം നൽകി ഭാര്യയും പ്രസവിച്ചാൾ. സുതനു വിദർഭനെന്നാഖ്യയുമിട്ടു നൃപൻ. സുതനുവായ പൂർവകന്യയെ വേൾപ്പിച്ചിതേ, സുതനുവായ പൂർവകന്യയെ വേൾപ്പിച്ചിതേ. കുശനും ക്രഥൻ താനും രോമപാതനും ഇവർ പ്രഥിതരത്രേ ഭുവി. വിദർഭതനയന്മാർ നന്ദനൻ രോമപാതൻ തനിക്ക് ബഭ്രുവൻ, നന്ദനൻ കൃതിയവൻ നന്ദനൻ കുശികനു, നന്ദനൻ ചേരിയല്ലോ തദ്വംശം ചേതിവംശം. പിന്നെ ക്രഥപുത്രൻ കുന്തിയെന്നറിഞ്ഞാലും തത്സുത വൃഷ്ടിയല്ലോ. തൽസുതൻ നിർവൃതിയും തത്സുതൻ ദശാർഹനും, തൽസുതൻ വ്യോമനല്ലോ. തൽസുതൻ ജീമൂതനും തൽസുതൻ വികൃതിയും, തത്സുതൻ ഭീമരഥൻ തൽസുതൻ ശകുനിയും, തൽസുതൻ കരംഭനും തൽസുതൻ ദേവരാധൻ, തൽസുതൻ ദേവക്ഷത്രൻ തൽസുതൻ സാത്വതനും. തൽസുതന്മാരായി 7 പേരുണ്ടെന്നറിഞ്ഞാലും മുന്നേവൻ ഭജമാനും ഭജിയും ദിവ്യൻ വൃഷ്ണി. പിന്നെയ ദേവാവൃധനന്ദകൻ മഹാഭോജൻ നിംളോചി കിങ്കിണനും ദൃഷ്ടിയും ഇവർ മൂവർ നിർമ്മലനായ ഭജമാനന്റെ തനയന്മാർ. അതുകൂടാതെ 3 പുത്രന്മാരുണ്ടായി വന്നു. ശതാജി സഹസ്രാജിത്ത് അയുധാജിത്തും നാമം. പിന്നെ ദേവാവൃതനന്ദനൻ ബഭ്രുവല്ലോ. ധർമ്മിഷ്ഠന്മാരായുള്ളു ഭോജന്മാരായി വന്നോർ. പിന്നെ സുമിത്രാഖ്യൻ വൃഷ്ണിനന്ദനവൻ തന്നുടെ അനുജനായി ഉണ്ടായാൻ യുധാജിത്തും. അനുജൻ തനയനും മിത്രനും ശിനിതാനും അനമിത്രജൻ നിമ്നനവനു സുതദ്വയം. മുന്നേവൻ സത്രാജിതൻ പിന്നേവൻ പ്രസേനനും പിന്നെയും ശിനിസുതൻ സത്യകനറിഞ്ഞാലും. തൽസുതൻ യുധാനൻ സാത്യകയെന്നും ചൊല്ലും. തൽസുതൻ ജയനവൻ നന്ദനൻ കുണിയല്ലോ. അനമിത്രജറിയുഗന്ധരനും വൃഷ്ണിതാനും തനയൻ ശ്വഭൽക്കനും വൃഷ്ണിക്കു ഭവിച്ചിതേ. അനുജൻ ചിത്രരഥൻ ശോഭൽക്കൻ തനിക്കെന്നു തനയന്മാരുണ്ടായി 12 നാമം. അക്രൂരനാസങ്കനും സാരമേയനും പിന്നെ മുഖ്യനാം മൃദുരനും മൃദുവിദ്ഗിരിതാനും വർമ്മജിത്തെന്നും ദൃഷ്ടകർമാവും ക്ഷത്രോപേക്ഷൻ ധർമ്മവാനാകും അരിമർദ്ദനൻ ശത്രുഘ്നനും പിന്നെ ഗന്ധമാദൻ പ്രതിപാദനും നിവർധന്യനാം സത്കലനും ഗാലനും എന്നു 2 സോദരി സുചീര എന്നുണ്ടവർക്കൊരു കന്യ. മേതുര ഗുണനിധിയായി വന്നാൻ അക്രൂരനും ദേവവാൻ താനും ഉപദേവനും എന്നിങ്ങനെ ദേവസന്നിഭനാകും അക്രൂരതനയന്മാർ. പൃഥുവും വിദുരതൻ പിന്നെയും നിരവധി പൃഥ്വീപതേ ചിത്രരഥനു തനയന്മാർ. നന്ദനന്മാരുമുണ്ട് 4 പേർ വൃഷ്ണിക്കതിൽ. മുന്നേവൻ കുകരനും പിന്നേവൻ ഭജമാനൻ പിന്നേവൻ ശുചി പിന്നെ കമ്പള ബർഹിഷനും. നന്ദനൻ കുകുരനു വന്നിയെന്നറിഞ്ഞാലും നന്ദനൻ വിലോമാവു വന്നിക്കു വിലോമാവിൻ. നന്ദനൻ കബോധരോമാവൻ പുത്രനു തന്നുട സഖനല്ലോ തുമ്പുരുഗാനശീലൻ. അന്ധകനുണ്ടായി വന്നു ദുന്ദുഭിയായ സുതൻ. തൽസുതൻ ദരിദ്യോതൻ തൽസുതൻ പുനർവസു. തൽസുതൻ ആഹുകനു ആഹുകി കന്യകയും. ദൈവവിശ്വാസമുള്ള ഒരു ആഹുകൻ തനിക്കുണ്ടായി. ദേവകൻ താൻ ഉഗ്രസേനനും തനയന്മാർ. ദേവവാനുപദേവൻ പിന്നെയ സുദേവനും ദേവവർദ്ധനൻ താനും ദേവകതനയന്മാർ. കന്യകമാരും ഉണ്ടങ്ങേഴു പേർ. ദേവകനു ധന്യയാം ധൃതദേവ ശാന്തിദേവോപദേവ. പിന്നെ ശ്രീദേവയും ദേവരക്ഷിതതാനും ധന്യാം സഹദേവ ദേവകിയൊടുക്കത്തും. ഉത്തമൻ വസുദേവർ വേട്ടിതങ് അവർകളെ പുത്രന്മാർ ഉഗ്രസേനൻ 9 പേരുണ്ടല്ലോ. മുന്നേവൻ കംസൻ സുനാമാഖ്യനാം നിഗ്രോധനും പിന്നെ കങ്കനും ശങ്കുസുഹുവും രാഷ്ട്രപാലൻ
പിന്നേവൻ സൃഷ്ടിയല്ലോ തുഷ്ടിമാനെന്നും പിന്നെ കന്യകമാരു ഉഗ്രസേനനുണ്ട് 5 ജനം മുന്നേവൾ കംസവതി കംസയും കങ്കുതാനും പിന്നേവൾ ശൂരഭൂവും രാഷ്ട്രപാലികതാനും വേട്ടിതങ്ങവർകളെ വസുദേവാനുജന്മാർ കേട്ടാലും ഭജമാനനന്ദനൻ വിദൂരധൻ തൽസുതൻ ശൂരനവൻ നന്ദനൻ ശിനിയല്ലോ തൽസുതൻ സ്വയംഭോജനവന് ഹൃദീകനും നന്ദനൻ ഹൃദയകനു മുന്നേവൻ ദേവബാഹു പിന്നെ യശധന്വാകൃതവർമാവും പിന്നെ ശൂരനുമാരിഷയെന്നാഖ്യാം പത്നി തന്നിൽ സാരന്മാരായി 10 പുത്രന്മാരുണ്ടായി വന്നു മുന്നേവൻ വസുദേവൻ പിന്നേവൻ ദേവഭാഗൻ പിന്നേവൻ ദേവശ്രവസാനകൻ സൃഞ്ജയനും ശ്യാമകൻ കങ്ക ശമീകവത്സകവൃകന്മാർ സീമയില്ലല്ലോ വസുദേവ മാഹാത്മ്യമോർത്താൽ മുഖ്യനാം വസുദേവൻ ജനിച്ച സമയത്ത് പുഷ്കരേ ദുന്ദുഭികളാനകവാദ്യങ്ങളും മാനിച്ചു ദേവാദികൾ ഘോഷിക്ക നിമിത്തമായി ആനകദുന്ദുഭിയായി വന്നിതു വസുദേവൻ ആനകദുന്ദുഭിക്കുണ്ട് 5 പേർ സോദരിമാർ മാനിന് വൃഥാശ്രുതദേവിയും ശ്രുതകീർത്തി പിന്നെയും ശ്രുതശ്രവാരാജാധിദേവിദാനം ധന്യനാം ശൂരൻ സഖാവാകിയ കുന്തിക്കന്നു പുത്രരില്ലായിക മൂലം വൃഥയാം പുത്രി തന്നെ പുത്രിയായി വളർപ്പാനായി നൽകിനാൻ ദയാശീലൻ പൃഥയും കുന്തിഭോജപുത്രിയായി വാഴും കാലം പ്രതിതനായ മുനി ദുർവാസാവഴും നള്ളി മുനിയെ സേവിച്ചവൾ ദേവതാകർഷണാർത്ഥം വിനയത്തോടും 5 മന്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടാൾ രവിയെ ഒരു മന്ത്രം കൊണ്ടവൾ ആവാഹിച്ചാൾ രവിയും വന്ന നേരം പേടിച്ചു കന്യകയും ഇന്നു ഞാൻ പരീക്ഷിച്ചതൊക്കെയും ക്ഷമിക്കണം എന്നുര ചെയ്ത നേരം രവിയും അരുൾ ചെയ്തു വ്യർത്ഥമായി വരാ ദേവദർശനം നമുക്കിന്ന് പുത്രനും ഉണ്ടാം യോനിദോഷവും ഉണ്ടായി വരാം എന്നരുൾ ചെയ്ത നേരം ഗർഭവും ഉൽപ്പാദിച്ചാൾ അന്നേരം താനും പെറ്റാൾ ദിവ്യനാം കുമാരനെ അർക്കതേജസ ബാലൻ തന്നെ കണ്ടൊരു നേരം പുഷ്കരാക്ഷിയും തെളിഞ്ഞെത്രയും ഭയത്താലേ ബാലനെ നദി തന്നിൽ കളഞ്ഞാൾ ദുഃഖത്തോടെ ബാലയാം അവളെ നിൻ പ്രപിതാമകൻ വേട്ടാൻ ശ്രുതദേവിയെ കാരുഷാദിവൻ വൃദ്ധശർമാവധുന വേട്ടാൻ അവൻ നന്ദനൻ ദന്തവക്ത്രൻ കൈകേയൻ ദഷ്ടകേതു ശ്രുതകീർത്തിയെ വേട്ടാൻ വൈകാതെ സന്ദർദ്ധനാദ്യ 5 പുത്രന്മാരുണ്ടായി രാജാധിദേവി തന്നെ വേട്ടിതങ് അവന്തി ഭൂരാജനു ജയസേന വിന്ദാനുവിന്ദരുണ്ടായി പിന്നെ ശ്രുതശ്രവസാകിയ കുമാരിയമന്നവൻ ദമഘോഷൻ ചേതീശൻ വേട്ടിയിടിനാൻ പിന്നെ ശ്രുതശ്രവസാകിയ കുമാരിയമന്നവൻ ദമഘോഷൻ ചേതീശൻ വേട്ടിയിടിനാൻ നന്ദനനായി ശിശുപാലനും ഉണ്ടായി വന്നു മുന്നമേ ശിശുപാല ജന്മത്തെ ചൊല്ലിയല്ലോ ചിത്രകേതുവും ബൃഹദ്ബലനും കംസ തന്നിൽ ഉത്തമൻ ദേവഭാഗൻ തനിക്കുമുണ്ടായി വന്നു പിന്നെ കംസവതി തന്നിലും ദേവശ്രവാനന്ദനൻ സുവീരനും ഇഷുമാനെന്നവനും ആനകന്നഥ പുരുജിത്തെന്നും സത്യജിത്തും കങ്കയിലുണ്ടായി വന്നു 2 പേർ തനയന്മാർ ഉത്തമൻ സൃഞ്ജയനും രാഷ്ട്രപാലിയിലുണ്ടായി പുത്രന്മാർ ദുർമർഷണ വൃഷമുഖ്യന്മാർ ചിലർ ശ്യാമകനഥ ശൂരഭൂമിയിൽ നന്ദനന്മാർ കോമളൻ ഹിരണ്യാഖ്യൻ ഹരികേശനും ഉണ്ടായി അപ്സരസാകം മിശ്രകേശിയിൽ വത്സകനും ഉത്പാദിപ്പിച്ചു മൃഗാദികളാം തനയരെ മൃഗനു ദൂർവാക്ഷിയാം ജായയിലുണ്ടായി വന്നു സുതന്മാർ തക്ഷശാല പുഷ്കലാദികളെല്ലാം ശമീകതനയന്മാർ സുമിത്രബാലാദികൾ കങ്കജർ കർണികയിൽ ഋതധാമ ജയന്മാർ ആനകദുന്ദുഭിക്കു രോഹിണിതാനും ഭദ്രദേവകി മതിരയും ഇളയും രോചനയും പിന്നെ പൗരവി എന്നും ഭാര്യമാരുണ്ടായി വന്നു സുന്ദരി രോഹിണിതൻ നന്ദനന്മാരെ ചൊല്ലാം ബലദേവനും ഗതൻ സാരണൻ ദുർമദനും ബലവാൻ വിപുലനും ധ്രുവനും കൃതന്താനും പൗരവി പുത്രരല്ലോ സുഭദ്രൻ ഭദ്രവാഹൻ ശൂരനാം ദുർമദനും ഭദ്രനും ഇവരെല്ലാം നന്ദനും ഉപനന്ദൻ കൃതകശൂരാദികൾ നന്ദനന്മാരുണ്ടായി വന്നിതു മധുരയ്ക്കും നന്ദനൻ കൗസല്യയ്ക്കു കേശിയെന്നവനല്ലോ നന്ദനർ ഹേമാങ്കദഹസ്താതിരോചനയ്ക്കും പുത്രന്മാരിളയ്ക്കുരുവൽക്കാതിയുണ്ടായി വന്നു പുത്രനും ധൃതവയ്ക്കുണ്ടായതു കൽപ്പവർഷാദികളും ഉപദേവയ്ക്കുണ്ടായി പിൽപ്പാടു ശാന്തിദേവപുത്രന്മാർ ശ്രമാദികൾ പിന്നെയും ശ്രീദേവയ്ക്കു വസുവും ഹംസൻ താനും സുന്ദരൻ സുവംശാദിപുത്രന്മാരാറുണ്ടല്ലോ സുന്ദരിയാകും ദേവരക്ഷിത തനിക്കുണ്ട് നന്ദനന്മാരു ചാരുഗതനാദികളല്ലോ പുരുവാദികൾ 8 പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി പരിചല സഹദേവ തനിക്കുമുണ്ടായി വന്നു ഉത്തമൻ വസുദേവൻ ദേവകി തന്നിൽ പിന്നെ പുത്രന്മാർ 8 പേരെ തൽക്കാലേ ജനിപ്പിച്ചാൻ കീർത്തിമാൻ സുഷേണനും ഭദ്രസേനാഖ്യൻ താനും ഉത്തമനാകും ഋജു പിന്നെയ സമ്മർദ്ദനൻ ഭദ്രനും സംഘർഷണദേവനും 8-ാമവൻ രുദ്രപത്മാസനാധിപന്ത്യനാം കൃഷ്ണൻ താനും പിന്നെയ ദേവകിക്കു കന്യക സുഭദ്രയും നിന്നുട പിതാമഹിയായതും അവളല്ലോ
എന്നെന്നു ധർമ്മം കുറഞ്ഞ ധർമ്മം വർദ്ധിക്കുന്നതന്നു നാരായണൻ വന്നവതരിച്ചീടും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എന്നെന്നു ധർമ്മം കുറഞ്ഞ ധർമ്മം വർദ്ധിക്കുന്നതന്നു നാരായണൻ വന്നവതരിച്ചീ. ദേവദേവനാം ഹരിതന്നവതാരത്തിനും കേവലം ഇവ തന്നെ കാരണം മറ്റൊന്നില്ല. യാതൊരു കൃഷ്ണൻ തൻ്റെ മായയാ ജന്മാദികൾ യാതൊരുത്തനും ഉണ്ടായി വരുന്നതറിഞ്ഞാലും, യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യമുണ്ടാകുമ്പോൾ യാതൊരുത്തനും ജന്മവിച്ഛേദം ഭവിച്ചിടും. അസുര നൃപജനം ഭുവനം നിറകയാൽ വസുദേവാത്മജനായി പിറന്നു നാരായണൻ. നിർമ്മലനായ ശേഷൻ തന്നോടുമൊത്തു ദിവ്യകർമ്മങ്ങൾ ചെയ്തതെല്ലാം എങ്ങനെ ചൊല്ലിയിടുന്നു. ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാനായിക്കൊണ്ട് ഭക്തവത്സലൻ അവതരിച്ചു ഭൂമി തന്നിൽ. ദേവതമാർക്കു പോലും അസാധ്യമായ കർമ്മം കേവലൻ ചെയ്തു കീർത്തി നീളവേ പരത്തിനാൻ. കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിനു തൃഷ്ണയും വിട്ടുമുക്തി കൈവരും നിസംശയം. കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിനു തൃഷ്ണയും വിട്ടുമുക്തി കൈവരും നിസംശയം. യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദരവദനവും ചേതോ മോഹന മകരാകൃതി കുണ്ടലവും കണ്ടുകണ്ടാനന്ദിച്ച നാരിമാർ നരന്മാർക്കും ഉണ്ടായിലൊരു നാളും തൃപ്തി എന്നല്ലോ കേൾപ്പൂ. യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദരവദനവും ചേതോ മോഹന മകരാകൃതി കുണ്ടലവും കണ്ടാനന്ദിച്ച നാരിമാർ നരന്മാർക്കുമുണ്ടായിലൊരു നാളും തൃപ്തി എന്നല്ലോ കേൾപ്പൂ. യാദവകുലേ പിറന്ന അമ്പാടി തന്നിൽ ചെന്നു മോദേന വാണു ശത്രു സംഹാരം ചെയ്തു. പിന്നെ സുന്ദരിമാരിൽ ബഹുപുത്രരെ ജനിപ്പിച്ചു തന്നെ യശസ് അവനീതലേ നിറച്ചുടൻ. ഭൂമി ഭാരത്തെ തീർപ്പാൻ തങ്ങളിൽ തന്നെ വൈരം ഭൂമീശന്മാർക്കു വളർത്തൊക്കെയും നശിപ്പിച്ചു. ശക്രപുത്രന് യശസ്സുണ്ടാക്കി നിജപദ ഭക്തനാം ഉദ്ധവർക്കായി ജ്ഞാനോപദേശം ചെയ്തു. രാമനും ഒരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനു നമസ്കാരം. ശ്രീകൃഷ്ണനു നമസ്കാരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. യാതൊരു കൃഷ്ണൻ തൻ്റെ മായയാ ജന്മാദികൾ യാതൊരുത്തനും ഉണ്ടായി വരുന്നതറിഞ്ഞാലും, യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യമുണ്ടാകുമ്പോൾ യാതൊരുത്തനും ജന്മവിച്ഛേദം ഭവിച്ചിടും. അസുര നൃപജനം ഭുവനം നിറകയാൽ വസുദേവാത്മജനായി പിറന്നു നാരായണൻ. നിർമ്മലനായ ശേഷൻ തന്നോടും കൊത്ത് ദിവ്യകർമ്മങ്ങൾ ചെയ്തതെല്ലാം എങ്ങനെ ചൊല്ലിയിടുന്നു. ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാനായി കൊണ്ട് ഭക്തവത്സലൻ അവതരിച്ചു ഭൂമി തന്നിൽ. ദേവതമാർക്കു പോലും അസാധ്യമായ കർമ്മം കേവലൻ ചെയ്തു കീർത്തി നീളവേ പരത്തിനാൻ. കൃഷ്ണകീർത്തികൾ ഗാനം ചെയ്യുന്ന ജനത്തിനു തൃഷ്ണയും വിട്ടുമുക്തി കൈവരും നിസംശയം. യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദരവദനവും ചേതോ മോഹന മകരാകൃതി കുണ്ടലവും കണ്ടാനന്ദിച്ച നാരിമാർ തരന്മാർക്കും ഉണ്ടായിലൊരു നാളും തൃപ്തി എന്നല്ലോ കേൾപ്പൂ. യാദവകുലേ പിറന്ന അമ്പാടി തന്നിൽ ചെന്നു മോദേന വാണു ശത്രു സംഹാരം ചെയ്തു. പിന്നെ സുന്ദരിമാരിൽ ബഹുപുത്രരെ ജനിപ്പിച്ചു തന്നെ യശസ് അവനീതലേ നിറച്ചുടൻ. ഭൂമി ഭാരത്തെ തീർപ്പാൻ തങ്ങളിൽ തന്നെ വൈരം ഭൂമീശന്മാർക്കു വളർത്തൊക്കെയും നശിപ്പിച്ചു. ശക്രപുത്രന് യശസ്സുണ്ടാക്കി നിജപദഭക്തനാം ഉദ്ധവർക്കായി ജ്ഞാനോപദേശം ചെയ്തു. നിജപദഭക്തനാം ഉദ്ധവർക്കായി ജ്ഞാനോപദേശം ചെയ്തു. രാമനും ഒരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനു നമസ്കാരം. രാമനും ഒരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനു നമസ്കാരം. രാമനും ഒരുമിച്ചു വൈകുണ്ഠലോകം ബുക്ക കോമളമൂർത്തിയായ കൃഷ്ണനു നമസ്കാരം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം സമാപ്തം. സോമവർണ്ണങ്ങളായി നൽകേണം എനിക്കിപ്പോൾ കന്യകയ്ക്കുള്ള ശുൽക്കം അങ്ങനെയെന്നു കേട്ടു ധന്യനാമുനി വരുണാന്തികെ ചെന്നു വേഗം തുരകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി ഭൂപതിക്കു തരസാ നൽകിയിടിനാൻ. വിസ്മയിച്ച നൃപൻ കന്യയ മുനിവരൻ തനിക്ക് നൽകിയിടിനാൻ. ധന്യനാം മുനിവരൻ ആശ്രമം പൊക്കുവാണാൻ അന്നൊരു ദിനം സത്യവതിയും ഭർത്താവിനെ വന്ദിച്ചു ജനനിക്കും തനിക്കും പുത്രാർത്ഥമായി ഭക്തിയോട് അപേക്ഷിച്ച നേരത്ത് മുനിവരൻ ചിത്തമോദേന 2 പിണ്ടങ്ങൾ നൽകിച്ചൊന്നാൻ. ഓരോരോ പിണ്ടം നിങ്ങൾ മാറാതെ ഭുജിച്ചാലും പാരതിൽ പ്രസിദ്ധരാം പുത്രന്മാരുണ്ടാം. അതിൽ പുത്രിതൻ പിണ്ടം ഏറ്റവും മുഖ്യമെന്നോർത്തു നിജപുത്രിയോടത് വാങ്ങി ഭുജിച്ചു ജനനിയും. മാതാവിൻ പിണ്ടം അത് പുത്രിയും ഭുജിച്ചതു ചേതസ മുനിവരൻ അറിഞ്ഞു ചൊല്ലിയിടിനാൻ. മന്ത്രപിണ്ഡങ്ങൾ മാറി ഭുജിക്ക നിമിത്തമായി സന്താപം വരും തവ ദൈവകൽപ്പിതമല്ലോ. ക്രൂരനായി വരും തവ നന്ദനൻ അറിഞ്ഞാലും വാരിജേക്ഷണേ തവ സോദരൻ ബ്രഹ്മജ്ഞനാം എന്നതു കേട്ടു ഭയപ്പെട്ടവൾ ഭർത്താവിനെ നന്നായി പ്രസാദിപ്പിച്ച് ഏറ്റവും അപേക്ഷിച്ചാൽ. വ്യർത്ഥമായി വരാമമ മന്ത്രം ആകയാൽ തവ പുത്രനന്ദനൻ ക്ഷത്രാചാരനായി വരും നൂനം. അങ്ങനെ സത്യവതി തന്നുട തനയനായി മംഗലാത്മാവാം ജമദഗ്നിയും ഉണ്ടായി വന്നു. ആകയാൽ ഭർത്തൃവാക്യം ലംഘിക്ക നിമിത്തമായി കൗശികി നദിയായി വന്നിതു സത്യവതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തീസുതാപാലനം. ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ഹരി ഓം തത്സത്.